തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്ന് തെളിയും. നാമനിർദ്ദേശ പത്രിക വൈകിട്ട് 3 വരെ പിൻവലിക്കാം. ഇതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. ഇരു മുന്നണികൾക്കും തലവേദനയായി പലയിടത്തും വിമത സ്ഥാനാർത്ഥികളുണ്ട്. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് തകൃതിയായി നടക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട്, പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ, വയനാട് നിന്ന് ഫൈസൽ നെടുമ്പാല, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം എന്നിവരാണ്. ആദ്യം വിജിൻ വായാന്തോടിലേക്കാണ്. വിജിൻ, ഇനി അധികം സമയമില്ല. ഇരു മുന്നണികൾക്കും വലിയ തലവേദനയായി ഒട്ടുമിക്കയിടങ്ങളിലും വിമതശല്യം അതിരൂക്ഷമാണ്. അപ്പോൾ ഇനിയുള്ള മണിക്കൂർ എന്ന് പറയുന്നത് അവരെ അനുനയിപ്പിക്കുക, അവരെ കൊണ്ട് പത്രിക പിൻവലിക്കുക, അതിനുള്ള ഊർജിത ശ്രമത്തിലാണോ നേതൃത്വങ്ങൾ? ദിവ്യ, സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 1,07,211 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. ആ സ്ഥാനാർത്ഥികൾ ആണ് നിലവിലിപ്പോൾ മത്സരരംഗത്തുള്ളത്. ഇതിൽ പാർട്ടികൾക്ക് പുറമെ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ വിമത സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ട്. ഒപ്പം ഡമ്മി സ്ഥാനാർത്ഥികൾ ആയി നാമനിർദ്ദേശ പത്രിക കൊടുത്തവരുടെ ഒക്കെ നേരത്തെ പിൻവലിക്കാനുള്ള ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന്. അങ്ങനെ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ എത്ര പേർ എന്നുള്ള കണക്ക് കൃത്യമായി, എത്ര പേർ സ്ഥാനാർത്ഥികളായി ഉണ്ടാകുമെന്നുള്ള കണക്ക് കൃത്യമായി തെളിയും. ഇതിനിടയിലാണ് വലിയ തരത്തിലുള്ള വിമത ഭീഷണി ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ, സാധാരണ UDF-നും ഒപ്പം തന്നെ NDA-ലും ഒക്കെയാണ് വിമത ഭീഷണി ഉണ്ടാകാറെങ്കിൽ ഇത്തവണ LDF-നെയും വലിയ രീതിയിൽ അലട്ടുന്നത് വിമത ഭീഷണിയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പല പഞ്ചായത്തുകളിലും ഒപ്പം തന്നെ നഗരസഭകളിലും കോർപ്പറേഷനിലുമെല്ലാം വലിയ തരത്തിലുള്ള വിമത ഭീഷണി LDF-ഉം ഇത്തവണ നേരിടുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ വിമതരായി UDF-ന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കൾ വരുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരം വർക്കലയിൽ ഏകദേശം 8ഓളം പേരാണ് വർക്കല നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് LDF-ൽ മാത്രം 5 വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട്. സാധാരണഗതിയിൽ CPM വിമതരെയൊക്കെ ആദ്യഘട്ടത്തിൽ ചെറിയ ഒരു പടലപ്പിണക്കങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും പിന്നീട് അത് നേതാക്കൾ ഇടപെട്ട് ഒരു അനുനയ ശ്രമമൊക്കെ നടത്തി അവരെ പിന്തിരിപ്പിക്കാറാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. പക്ഷേ ആരും പിൻവാങ്ങാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിലാണ് മഹാഭൂരിപക്ഷം ഈ പറയുന്ന വിമത സ്ഥാനാർത്ഥികളും ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 3 മണി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം എന്ന് പറയുന്നത്. അതിനിടയിൽ പരമാവധി വിമതരെ ഒഴിവാക്കാനുള്ള എല്ലാ നീക്കവും നിലവിൽ നടത്തും. ഒപ്പം തന്നെ ഈ ഡമ്മി സ്ഥാനാർത്ഥികളായി നൽകിയവർ പിന്മാറാത്ത വിഷയങ്ങൾ ഒക്കെ ഉണ്ട്. അവരെയൊക്കെ പൂർണ്ണമായും പിൻമാറ്റി അവസാന ഘട്ടത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മാത്രം എന്നുള്ള നിലയിലേക്ക് എത്തിക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഇനി ഈ മണിക്കൂറുകളിലൊക്കെ പാർട്ടികൾ സ്വീകരിക്കുക, മുന്നണികൾ സ്വീകരിക്കുക. എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണി കഴിയുന്നതോടുകൂടി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ചിത്രം, ആരൊക്കെയാണ് മത്സരരംഗത്ത് ഉണ്ടാവുക എന്നുള്ള യഥാർത്ഥ ചിത്രമാണ് തെളിയുക. അതിനുശേഷമായിരിക്കും അടുത്ത 2 ആഴ്ചക്കാലം, 2 ആഴ്ച എന്ന് പറയുന്നത് 9-ാം തീയതിയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 9-ാം തീയതിയാണ് നടക്കുന്നത്. ഇനി പ്രചാരണം അവസാനിക്കാൻ കൃത്യമായി പറഞ്ഞാൽ 13 ദിവസം മാത്രമാണ് ബാക്കിയുണ്ടാവുക. ആ 13 ദിവസങ്ങളിൽ ഈ അവസാനഘട്ട സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് കളം തെളിഞ്ഞ ശേഷമുള്ള വലിയ പ്രചാരണത്തിനായിരിക്കും ഇനി മുന്നണികൾ നീക്കം നടത്തുക. ഇപ്പോൾ തന്നെ മാസ് ക്യാമ്പയിനർമാർ ഒക്കെ ഇറക്കിയുള്ള പ്രചാരണം നിലവിൽ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരം നഗരസഭ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി എത്തിക്കാനുള്ള നീക്കവുമൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കളെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ച് പ്രചാരണം നടത്തി ഒരു ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിൽ, ഒപ്പം തന്നെ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിൽ വലിയ മേൽക്കൈ ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. കാരണം 10 വർഷമായി LDF സർക്കാർ ഭരിക്കുന്നു. അതിന്റെ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള നിലപാടിലാണ് നിലവിൽ UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. NDA ആകട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത നിലയിലുള്ള ആത്മവിശ്വാസത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയതെങ്കിൽ വിമത നീക്കം, BDJS-നെ അനുനയിപ്പിക്കാൻ കഴിയാത്ത പ്രശ്നം, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ പല നേതാക്കൾ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ അവർക്ക് ഇടയിൽ സാധാരണ നിലയിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ BJP-യും NDA-യും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെ 3 മുന്നണികളും പലതരത്തിലുള്ള ഈ വിമത നീക്കങ്ങൾ, ഒപ്പം തന്നെ വിഭാഗീയ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ ഒക്കെ അഭിമുഖീകരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലും കടുത്ത മഴയിലുമൊക്കെ ശക്തമായ പ്രചരണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നണികൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്തായാലും മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ എത്തിച്ച് പല സ്ഥലങ്ങളിലും ഒരു ഭരണവിരുദ്ധ വികാരത്തെ ഉൾപ്പെടെ മുതലെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF എന്തായാലും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ശബരിമല വിഷയം ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്തത്. പഞ്ചായത്ത് തലത്തിൽ അടിത്തട്ടിൽ ഈ വാർഡുകളിൽ ഉൾപ്പെടെ ഉള്ള അസ്വാരസ്യങ്ങൾ ഒക്കെ മുതലാക്കാനുള്ള ശ്രമം എല്ലാ പാർട്ടികളും നിലവിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ കഴിഞ്ഞ കാലങ്ങളിലെയൊക്കെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഇടതു മുന്നണി
മുന്നണിക്ക് അനുകൂലമായ ഒരു മേൽക്കൈ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഉയർത്തിക്കാട്ടി അത് മറികടക്കാൻ